ഹായ് എവരി വൺ. സോ നമുക്ക് മെയിൻ സ്റ്റാക്കിൻ്റെ സെഷൻ ആവശ്യമായിട്ടുള്ള ഇൻസ്റ്റലേഷൻ എന്തൊക്കെയാണ് പ്രീ റിക്വസിറ്റീസ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യം വേണ്ടത് നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഇൻസ്റ്റാൾഡ് ആയിരിക്കണം. ഓക്കെ, സോ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് കോഡ് സ്പേസ് visualstudio.com എന്നുള്ള വെബ്സൈറ്റിലേക്ക് കയറുക. നിങ്ങൾക്ക് അന്നേരം ഡൗൺലോഡ് ഫോർ വിൻഡോസ് എന്നൊരു ഓപ്ഷൻ കാണിക്കും. ദെൻ അത് ക്ലിക്ക് ചെയ്ത് വിൻഡോസിന് വേണ്ടിയുള്ള വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ദെൻ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ദെൻ അഗെയിൻ ഗൂഗിളിൽ പോയി Node.js എന്ന് സെർച്ച് ചെയ്യാം. Node.js. ദെൻ Node.jsനകത്ത് ഇതുപോലെ Node.jsൻ്റെ വെബ്സൈറ്റിൽ കയറുമ്പോൾ ഇതേപോലെ ഇൻസ്റ്റാൾ Node.js എന്ന് കാണും. അത് കൊടുത്ത് അത് ഡൗൺലോഡ് ചെയ്യാം. ആ ഫയലും ഇതേപോലെ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ വരും. അത് വിൻഡോസിൻ്റെ കൊടുത്ത്, ഇതിനകത്ത് മാക്കാണ്, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, വിൻഡോസിൻ്റെ കൊടുത്ത് അത് ഇൻസ്റ്റാൾ ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യാം. സോ പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് വിഷ്വൽ സ്റ്റുഡിയോ കോഡും Node.jsഉം. ഈ രണ്ട് പാക്കേജും ഇൻസ്റ്റാൾഡ് ആയിരിക്കണം. ദെൻ ഇപ്പം Node.js ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കമാൻഡ് പ്രോംപ്റ്റ് എടുത്തിട്ട് ജസ്റ്റ് കമാൻഡ് പ്രോംപ്റ്റ് എടുത്തിട്ട് ചെക്ക് ചെയ്യാം. ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് നോഡ് സ്പേസ് -- വേർഷൻ എന്ന് കൊടുക്കുമ്പോൾ Node.js ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ അതിനർത്ഥം അത് പ്രോപ്പറായിട്ട് അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെന്നാണ്. സോ Node.js ഇൻസ്റ്റലേഷൻ കറക്റ്റ് ആയിരിക്കണം. സോ പ്രോപ്പറായിട്ട് Node.js ഇൻസ്റ്റാൾ ചെയ്യുക. Node.js ഇൻസ്റ്റാൾ ചെയ്യണം, അതേപോലെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഇൻസ്റ്റാൾ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ഇൻസ്റ്റലേഷൻസ് ആണ്. ഒന്ന് പോസ്റ്റ്മാൻ. റൈറ്റ്, പോസ്റ്റ്മാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക. ദെൻ postman.com എന്നുള്ള വെബ്സൈറ്റിലേക്ക് പോകും. ഇവിടെ നിങ്ങൾ സൈനപ്പ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ ഓപ്ഷൻ ഉണ്ട് വിൻഡോസിന് വേണ്ടിയുള്ളത്. നിങ്ങൾ വിൻഡോസ് ആണെങ്കിൽ വിൻഡോസ്, മാക് ആണെങ്കിൽ മാക്, ലിനക്സ് ആണെങ്കിൽ ലിനക്സ്, ഏത് പ്ലാറ്റ്ഫോമാണോ യൂസ് ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, സോ വിഷ്വൽ സ്റ്റുഡിയോ കോഡായി, Node.js ആയി, പോസ്റ്റ്മാനായി, ഇത്തരം കാര്യങ്ങൾ പ്രോപ്പറായിട്ട് വേണം. ദെൻ അത് കൂടാതെ ഇപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ പാക്കേജ് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ വീണ്ടും റീഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, സോ അതുപോലെ തന്നെ നമുക്ക് വേണ്ടതാണ്, നിങ്ങൾ വിൻഡോസ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ജിറ്റ് ഫോർ വിൻഡോസ് എന്ന് സെർച്ച് ചെയ്യുക. ലിനക്സ് ആണെങ്കിൽ ബൈ ഡിഫോൾട്ടായിട്ട് അതിനകത്ത് ജിറ്റ് ഓൾറെഡി ഉണ്ടാവും. സോ ലിനക്സ് ആണെങ്കിൽ ജസ്റ്റ് ജിറ്റ് ഫോർ വിൻഡോസ് എന്ന് ഗൂഗിൾ ചെയ്യുക. ദെൻ നിങ്ങൾക്ക് ഇതേപോലൊരു വെബ്സൈറ്റ് കിട്ടും. അതിൽ ഈ സ്റ്റാൻഡ് അലോൺ ഇൻസ്റ്റാളറിലെ ഇതാണ്ട് x64 സെറ്റപ്പ്, ജിറ്റ് ഫോർ വിൻഡോസ് x64 സെറ്റപ്പ്, ഇത് കൊടുത്ത് ഈ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ ജിറ്റ് ഇൻസ്റ്റാൾഡ് ആണോ എന്ന് അറിയാനായിട്ട് ജിറ്റ് സ്പേസ് -- വേർഷൻ എന്ന് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ കിട്ടും. അപ്പോൾ സോ ഇതിൻ്റെയൊക്കെ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്ന് റീബൂട്ട് ചെയ്താലേ ചിലപ്പോൾ ഇത് വരാറുള്ളൂ. പക്ഷേ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം, നോഡും ജിറ്റും പ്രോപ്പറായിട്ട് കമാൻഡ് പ്രോംപ്റ്റിൽ കിട്ടുന്നുണ്ടോ എന്നുള്ളത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം. ഓക്കെ, സോ അത് പ്രോപ്പറായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ജിറ്റും ദെൻ Node.jsഉം പ്രോപ്പറായിട്ട് കമാൻഡ് പ്രോംപ്റ്റിൽ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പിക്കണം. ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് കമാൻഡ് പ്രോംപ്റ്റിൽ വരികയാണെങ്കിൽ ഓക്കെ, പക്ഷേ വന്നില്ല എന്നുണ്ടെങ്കിൽ സിസ്റ്റം ഒന്ന് റീബൂട്ട് ചെയ്യുക. റീബൂട്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അത് വരും. ഓക്കെ, ദെൻ അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ഇൻസ്റ്റലേഷൻസ്, ഇത്രയും മതിയാവും. വിഷ്വൽ സ്റ്റുഡിയോ കോഡ്, Node.js, പോസ്റ്റ്മാന്, അതേപോലെ ജിറ്റ്. ഓക്കെ, അടുത്തത് നിങ്ങൾക്ക് മസ്റ്റായിട്ടും ജിറ്റ് ഹബിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ജിറ്റ് ഹബിൽ ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇൻ കേസ് നിങ്ങൾക്ക് ജിറ്റ് ഹബിൽ ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ യൂസർ നെയിമും ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ഓർത്ത് വെക്കുക. അത് ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ അത് റീസെറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ github.com കയറി അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡു എ സൈനപ്പ്. ആദ്യമായിട്ട് അക്കൗണ്ട് എടുക്കുന്നവർ സൈനപ്പ് പ്രൊസീജിയർ കഴിഞ്ഞിട്ട് യു വിൽ ഗെറ്റ് ആൻ ഇമെയിൽ. നിങ്ങൾക്കൊരു ഇമെയിൽ വരും. ആ ഇമെയിലിനകത്ത് നിങ്ങളത് വെരിഫൈ ചെയ്യണം. അക്കൗണ്ട് വെരിഫൈ ചെയ്തിട്ട് തിരിച്ച് ലോഗിൻ ചെയ്യാം. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ബേസിക്കായിട്ട് വേണ്ടത്. ഇതേപോലെ മെയിൻ സ്റ്റാക്കിലേക്ക് പോകാനായിട്ട്
വേണം. പിന്നെ നമുക്ക് മോങ്കോ ഡി ബിയിൽ ക്ലൗഡിലൊരു അക്കൗണ്ട് വേണം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ചെയ്യാം. മോങ്കോ ഡി ബി ഗൂഗിൾ എടുക്കുക, മോങ്കോ ഡി ബി അറ്റ്ലസ് എന്ന് സെർച്ച് ചെയ്യുക. പക്ഷേ അതിൽ കുഴപ്പമില്ല, അത് നിങ്ങൾ പിന്നെ എടുത്താലും മതി. കാരണം ഇതിനകത്ത് നിങ്ങൾക്ക് സൈൻ അപ്പ് വിത്ത് ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇത് അക്കൗണ്ട് എടുക്കേണ്ട കാര്യമില്ല, നമുക്ക് അന്നേരം എടുക്കാം. അത് കണ്ടോ, സൈൻ അപ്പ് വിത്ത് ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഇത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അതിനകത്തേക്ക് ലോഗിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് വേറെ സൈനപ്പിൻ്റെ ആവശ്യമില്ല. സോ ഈ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നിങ്ങൾ വേറെ അക്കൗണ്ട് എടുക്കണമെന്നില്ല മോങ്കോ ഡി ബിക്കകത്ത്. ഓക്കെ, സോ മോങ്കോ ഡി ബി എന്ന് പറയുന്ന ഡേറ്റാബേസ് ആണ്. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് ഇത് ചെയ്യാം. അപ്പോൾ സോ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്കുക. വിഷ്വൽ സ്റ്റുഡിയോ കോഡ്, Node.js, പോസ്റ്റ്മാൻ, അതുപോലെ ജിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. ലിനക്സ് ആണെങ്കിൽ ജിറ്റ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല, ബൈ ഡിഫോൾട്ടായിട്ട് തന്നെ ജിറ്റ് അതിനകത്തുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. കമാൻഡ് പ്രോംപ്റ്റ് എടുത്തിട്ട് ജിറ്റ് സ്പേസ് -- വേർഷൻ കൊടുക്കുമ്പോൾ ജിറ്റിൻ്റെ ഒരു വേർഷൻ അവിടെ കാണിക്കും. ഓക്കെ, ദെൻ ജിറ്റ് ഹബിൽ അക്കൗണ്ട് എടുക്കുന്ന കാര്യം, ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഓക്കെ, ഉണ്ടെങ്കിൽ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം റീസെറ്റ് ചെയ്തിട്ട് വരിക. അല്ലെന്നുണ്ടെങ്കിൽ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇമെയിൽ ഐ ഡി മസ്റ്റായിട്ടും വെരിഫൈ ചെയ്തിരിക്കണം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻ സ്റ്റാക്കിൻ്റെ ഒരു പ്രീ റിക്വസിറ്റീസ് ആയിട്ട് നിങ്ങളുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഓക്കെ, സോ താങ്ക് യു. നമുക്ക് അടുത്ത മെയിൻ സ്റ്റാക്കിൻ്റെ സെഷനിൽ കാണാം. ബൈ.